അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ പൊട്ടിയ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ. ഈ പൊട്ടിയ ചട്ടികൾ വലിച്ചെറിഞ്ഞാൽ നല്ല അടിപൊളി ചട്ടികൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു നോക്കിയാലോ. പൊട്ടിയ ചട്ടികൾ ആരും കളയല്ലേ. നമ്മുടെ വീട്ടിൽ ഇഞ്ചും പൊളി വെക്കുന്ന ചട്ടിയായിരുന്നതേ, അത് 2 പീസായിട്ടാണ്. അതുപോലെ തന്നെ ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നു, അതും പൊട്ടിയിട്ടതാ, തകിട്ട് പൊടിയിട്ടത്. അതിൻ്റെ ആ വായഭാഗം മാത്രമേ ഉള്ളേ. ഇത് വെച്ചിട്ട് എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കയറ് ഞാൻ 2 തരം കയറെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വലിയ കയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വാഴക്കൊലയുടെ ആ തൂക്കിയിരുന്ന ആ കയറ് മാത്രം, പ്ലാസ്റ്റിക് കയറ് മാത്രം മതി. നമുക്ക് കാശ് കൊടുത്ത് മേടിച്ച ആ കയറിൻ്റെ ആവശ്യമേ ഇല്ല. അത് വല്ല പന്തൽ കെട്ടാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൊണ്ട് നമ്മുടെ ഈ പൊട്ടിയ ചട്ടിനെ ഒന്ന് കെട്ടിവെക്കാം. നല്ല അടിപൊളിയായിട്ട് കെട്ടിവെക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മോനാണ്, റിഫാനാണ്. അവനിതാ അവിടെയുള്ള പ്രകൃതിയും അതുപോലെ ചുറ്റിലുമുള്ള ഭംഗികളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ മാത്രം കണ്ടാൽ പോരല്ലോ, എൻ്റെ അപ്പുറത്തുള്ള എല്ലാ ലൊക്കേഷനും നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇവനിങ്ങനെ അടുത്തുള്ള സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യാറ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കാറുള്ളത്. എഡിറ്റിങ്ങും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനിവിടെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, വെക്കേഷനല്ലേ. അപ്പോൾ എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കാൻ +2ൻ്റെ. അപ്പോൾ ആളെ ഇപ്പം നമുക്ക് കിട്ടും. സാധാരണ അവന് ടെറസിൻ്റെ പൊക്കത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവനൊരു ശല്യപ്പെടുത്തണ ഒരു കാക്ക ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പം അത് വരാറില്ല കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല കയറുകൊണ്ട് അടിപൊളിയായിട്ട് കെട്ടി അതിനൊരു തൂക്ക കയറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ആ പൂച്ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ അവിടെ നമ്മുടെ സോളാറിൻ്റെ ഈ ഒരു എന്താ പറയുക, തൂണ് വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് ഞാനൊരു കുളത്തിടാൻ പോവാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു ചട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രേക്ഷകരെ കൂടി കാണിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് വെറൈറ്റി സംഭവമൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പൊട്ടിയ ചട്ടികൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചിലർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പൊട്ടിയ ചട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ തൂക്കിയിട്ടിട്ട് ഏത് ചെടി വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. പക്ഷെ സ്പെഷ്യലായിട്ടൊരു ചെടിയാണ് ഇതിൽ എല്ലാവരും വെക്കാറുള്ളത്. അതാവുമ്പോൾ നന്നായിട്ട് വളരും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വിത്തൊക്കെ ഇട്ട് കൊടുത്താൽ, അതുപോലെ ഒക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് കിളികളൊക്കെ വന്ന് കഴിക്കും. പക്ഷെ ഞാനിതിൽ നമ്മുടെ ടെർട്ടിൽ വൈനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആടി കളിക്കണതാണ്, കാറ്റിന് ഇങ്ങനെ ആടി കളിക്കണതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റോട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ആളുകൾക്ക് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഭാഗത്ത് ഇങ്ങനെ തൂക്കിയിടാമെന്ന് വിചാരിച്ച്. ടെർട്ടിൽ വൈന് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളൊക്കെ അടക്കി പെറുക്കി വെക്കുന്ന സമയത്ത് ആ ഒരു ചട്ടിയിൽ, ചെമ്പരത്തിയുടെ ചട്ടിയിലാണെന്ന് തോന്നുന്നു, കുറേ ടെർട്ടിൽ വൈൻ ഇങ്ങനെ നിന്നിരുന്നു. ഞാൻ അതിനൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെർട്ടിൽ വൈനാണ് കേട്ടത്. അപ്പോൾ ഇത് നമ്മളിതിലിങ്ങനെ വെച്ച് കൊടുക്കുക. കുറേ ഉണ്ട്, ഇത്ര അധികം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം കൂടി അതിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, എന്നിട്ട് ഇത് വെക്കണേ. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇനി അടുത്തത് നമ്മളുടെ രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ പൊട്ടിയ കിളിക്കൂടിൻ്റെ വായഭാഗം, ഇതിൻ്റെ അടിഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് ഫുള്ള് തകിട് പൊടിയായിട്ട് കിളികൾ തട്ടിമറിച്ചിട്ടതാണ്. നമ്മുടെ ചിപ്പിക്കിളിയില്ലേ, അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു കിളിക്കൂടും കൂടി ഉണ്ട് കേട്ടോ. അതിൽ കുട്ടികളും ചിപ്പിയൊക്കെ സുഖമായിട്ട് ജീവിക്കണ്ടേ. അപ്പം നമ്മളിതുപോലെ നമ്മുടെ വാഴക്കൊല തൂക്കിയിടുന്നതിൻ്റെ ആ കയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മുടെ അയൽവാസിയാണ്, ഇവൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവരവിടെ ഷൈൻ ചേച്ചിയുടെ വീടിൻ്റെ ആ ഇടയിലൊരു വീടുണ്ട്. അപ്പോൾ അവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ് ഇവർ കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഞാൻ ചെയ്യണതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ റിഫാനല്ലേ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ഷൈൻ ചേച്ചിയുടെ വീട്ടിൽ പെയിൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഷൈൻ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അടുത്ത മാസം. അപ്പോൾ മോൻ ഇത് വന്നിട്ടില്ല, അടുത്ത ആഴ്ച വരും. ഷിപ്പിലാണ് ജോലി ചെയ്യണത്.
അപ്പോൾ ഷിപ്പ് ഇറങ്ങിയിട്ട് വരും, അടുത്ത ആഴ്ച വരും. അപ്പോൾ അവിടെ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വർക്കും കഴിഞ്ഞ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വർക്കും കഴിഞ്ഞ് ഇനി അതിനും ഒരു കുളത്തുണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമ്പികളൊക്കെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ ചവറടിക്കാൻ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്നതാണ് ചെറിയ ചെറിയ കമ്പികൾ. അതുപോലെ തന്നെ നമ്മുടെ കാക്കകൾ ഇതുപോലെ കുറേ കമ്പികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് ടെറസിൻ്റെ പൊക്കത്ത്. അതിന് കമ്പികൾക്കൊന്നും എനിക്ക് പഞ്ഞമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഞാൻ കിളികൾക്ക് കുടിക്കാൻ വെള്ളം വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഞാനൊരു ചെടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ തൂക്കിയിട്ട് ഉറി പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചെരിവൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണിത്. അപ്പോൾ അത് ചളി പിടിച്ച് കിടന്നിരുന്നതാണ്, എവിടെ കിടന്നിരുന്നതാണാവോ. അപ്പോൾ അത് ഞാനെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടാം. എന്നിട്ട് അതിലിതാ ഫുള്ള് വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ ഈ ഒരു ഉറിയിൽ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പാത്രം താഴത്തേക്ക് വിടാതിരിക്കാൻ, അല്ലെങ്കിൽ കാറ്റ് വരുന്ന സമയത്തൊക്കെ വീണ് പോകും. അത് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ലേ. ഇനിയിപ്പോൾ അതിൽ വെക്കാനുള്ള ചെടി ഇതാ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കുക. അത് നമ്മുടെ പയറിൻ്റെ ഇടയിൽ 2 ചെടി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്പൈഡർ പ്ലാന്റും പിന്നെ ഒന്ന് സിങ്കോണിയും. അപ്പോൾ സ്പൈഡർ പ്ലാന്റിന് ഞാൻ തൽക്കാലം അവിടെ വെച്ചത്, അതിന് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇനി ഈ സിങ്കോണിയും വേറെ ഒരെണ്ണം കൂടി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഗ്രോ ബാഗിൽ നമ്മുടെ സിമെൻറ്റ് ചാക്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കരിയലിയും ഇതൊക്കെ എടുത്തിടുമ്പോൾ അതിൻ്റെയൊക്കെ വിത്തും വള്ളിയൊക്കെ കൂടെ ഇടുന്നിട്ടാണ് ഇതൊക്കെ മുളച്ച് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നല്ല സിങ്കോണിയാണ് കേട്ടോ, നല്ല അടിപൊളി സിങ്കോണിയാണ്. അപ്പം ഞാൻ അതിനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ഒരു കയറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റിപ്പണഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 വർക്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ, കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെറസിലെ ഗാർഡനിൽ ഒരു ന്യൂ ലുക്ക് ഈ ഒരു 2 സംഭവങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതിൻ്റെ കൂടുതൽ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വഴിയെ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മഴ വരുന്നുണ്ട്, അപ്പം എന്നാലും ഞാൻ നട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനി ഞാൻ ഉടനെ വരാം. അപ്പോൾ ഈ വർക്കും എൻ്റെ ഈ ഗാർഡനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.